Hi all, good evening. Welcome you all to Econometrica. അപ്പോൾ നമ്മുടെ ചാനലിലെ ലൈവ് ചെറിയൊരു ഇഷ്യൂ കാരണം നമുക്ക് ഇന്ന് ലൈവ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളോട് പ്രോമിസ് ചെയ്ത ക്ലാസ് ഒരിക്കലും തരാതിരിക്കില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഇരുന്നിരുന്നത് ആക്ച്വലി റീസൺ ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറി ആണ്. അതിൻ്റെ അകത്ത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നമ്മൾ ജനറലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് നമുക്കറിയാം ഡിമാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ജനറൽ നൊട്ടേഷൻസ് മാത്രമേ നമുക്ക് ഡിമാൻഡ് തിയറിയിൽ അവൈലബിൾ ആകുന്നുള്ളൂ അല്ലെ. അതായത് പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഡിമാൻഡ് തിയറിയിൽ പഠിക്കുന്നത്. പക്ഷെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച്, അതാണ് അതിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിലൂടെ ഡിമാൻഡിനെ പോസ്റ്റുലേറ്റ് ചെയ്യുക, ആ ഡിമാൻഡിന്റെ അപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോൾ QD as a function of PX, PR, Y, T, SE ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. സോ PX എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രൈസ് ഓഫ് ഗുഡ്സ്, PR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, Y is ഇൻകം, T ടേസ്റ്റ് ആണ്, S എൻവിറോൺമെന്റൽ ഫാക്ടർ, E എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിന്റെ ഒരു ക്ലബിങ്ങിലൂടെയാണ് ആക്ച്വലി ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്ത് വരുന്നത്, അപ്ലൈ ചെയ്ത് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, വെറും തിയറി മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ പഠിക്കുന്ന തിയറിക്ക് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ, അതേപോലെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പ്രാഗ്മാറ്റിക് അപ്രോച്ചസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ അവസരം പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ചുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒന്നാണ് CES, അതായത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ റിസർച്ചിന്റെ മേഖലകളിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. റിസർച്ചിന്റെ മേഖലകളിലാണ് കൂടുതലായിട്ട് അതിന്റെ ഇമ്പാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ റിസർച്ചിന്റെ മേഖലയിലാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ജനറൽ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു A PX raised to B PR raised to C Y raised to D E raised to FT. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ഇത് തന്നിട്ട് ഇതെന്താണ്, ഓരോ ആൽഫബറ്റ്സും തന്നിട്ട് എന്താണ് എന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ QDX അഥവാ QD അല്ലെങ്കിൽ QX എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി എക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്. PX എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഓഫ് കമോഡിറ്റി എക്സ്. നമ്മളൊരു പെർട്ടിക്കുലർ കമോഡിറ്റി ചൂസ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ വിലയാണ് P ഓഫ് എക്സ് എന്ന് പറയുന്നത്. PR എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ആയിട്ടുള്ള കമോഡിറ്റീസ്, റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ്, ഇതിന്റെയൊക്കെ പോസ്റ്റുലേഷനെയാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഇൻകത്തിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, Y എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. EFT എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ആണ്. നമുക്കറിയാം പല സോർട്സ് ഓഫ് കമോഡിറ്റീസ് നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ട്രെൻഡ് അനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ കമോഡിറ്റി പ്രിഫറൻസുകളും മാർക്കറ്റിൽ ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. B പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. നൗ വെൻ വി മൂവ് ഫോർ C, ഇറ്റ് ഇസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് X എന്ന് പറയുന്ന ഒരു കമോഡിറ്റി ഉണ്ട്, Y എന്ന് പറയുന്ന കമോഡിറ്റി ഉണ്ട്. X എന്ന് പറയുന്ന കമോഡിറ്റിയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് Y എന്ന് പറയുന്ന കമോഡിറ്റി കൂടുതലായി ഡിമാൻഡ് ചെയ്യപ്പെട്ടു. അപ്പൊ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേപോലെയുള്ള കമോഡിറ്റീസ് ആണെങ്കിലാണ് ഇത് ജനറലി എന്ത് ചെയ്യുന്നത്, അപ്ലിക്കബിൾ ആകുന്നത്. D is ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളുടെ ഇൻകത്തിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന കമോഡിറ്റീസിലും എന്ത് സംഭവിക്കുന്നു, മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ, ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ B, C, D
മുതലായ കാര്യങ്ങൾ, അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇതിനെല്ലാം ജനറലി എന്താണ്, ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് വരാത്ത വെർഷനിലാണ് നമ്മൾ അതിനെ ഒന്ന് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഡൈനാമിക് ലാഗ് മോഡൽ ആണ്, അല്ലെങ്കിൽ ഡൈനാമിക് ലാഗ് മോഡൽ എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ എന്നും നമുക്ക് ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്യാം. ഇവിടെ ബേസിക്കലി എന്താ വെച്ചാൽ ഡിമാൻഡിനെ ഒരു ഡൈനാമിക് വെർഷനിൽ നോക്കാം. നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ ഡ്വെൽ ചെയ്യുക, പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിംഗ് ടെൻഡൻസി എടുത്ത് നോക്കിയാൽ ട്രെൻഡിൽ മാറ്റം വരുന്നുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. സോ ഡൈനാമിക് വെർഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമോഡിറ്റി ഇപ്പൊ നമ്മൾ എടുക്കുവാണ്. അപ്പൊ നമ്മൾ കമോഡിറ്റി എടുക്കുന്ന സമയത്ത് അതിനൊരു ലാഗ്ഡ് പ്രിഫറൻസ് ഉണ്ട്. പണ്ട് അത് ഒരുപക്ഷെ എന്ത് ചെയ്യാം, കുറെ അധികം ആൾക്കാർ ഡിമാൻഡ് ചെയ്തൊരു കമോഡിറ്റി ആവാം, ഇന്ന് അതിന്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. സോ ദർ ഇസ് എ lag environment or a time period which is associated with this particular concept. ഇത് വേരിയബിൾസിന്റെ കേസിലും വരാം. അപ്പൊ ഒരു ലാഗ്ഡ് കോൺസെപ്റ്റ് ഒരു ടൈം പീരീഡിന്റെ ബേസിസിൽ ഒരു ലാഗ്ഡ് വെർഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഡൈനാമിക് ലാഗ് മോഡൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി വാങ്ങണം. ആ വ്യക്തി ആ പെർട്ടിക്കുലർ കമോഡിറ്റി ചൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ മുമ്പ് അദ്ദേഹം ചൂസ് ചെയ്ത് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം. സോ അവിടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. 2019 മുതൽ 2024 വരെ ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഐ വാസ് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ 2025 ഞാനത് പർച്ചേസ് ചെയ്യും. കാരണം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നത്. സോ അതെന്താണ്, എനിക്ക് റിയൽ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് തരുന്നു, അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസിയും ചെയ്യുന്നു. ഇവിടെ ഇൻകം ഇസ് എൻ ഇമ്പോർട്ടന്റ് തിങ്. കാരണം ചിലപ്പം 2019 മുതൽ 2024 വരെ നമുക്കത് വാങ്ങാൻ പറ്റിയേക്കാം. 25 നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. സോ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് എന്താണ്, നമ്മുടെ ആ ഒരു പ്രിഫറൻസ്, അതായത് മുമ്പ് നമ്മൾ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ഫെയർനെസ് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ 2019 മുതൽ 24 വരെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ നമ്മൾ 2025 വാങ്ങണം. അപ്പൊ മുമ്പ് ഉപയോഗിച്ച ആ ടൈം പീരീഡ് നിങ്ങൾ നോക്കണം അല്ലെ. മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു ടൈം പീരീഡ് വന്നു. സോ ദർ ഇസ് എ ലാഗ്ഡ് കോൺസെപ്റ്റ് അല്ലെ. ദാറ്റ് ഇസ് ഡൈനാമിക് വെർഷൻ. ഇതിനെ ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡ്യൂറബിൾ എന്നും അതേപോലെ തന്നെ നോൺ ഡ്യൂറബിൾ എന്നും. ഇപ്പൊ ഡ്യൂറബിൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് പാസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് സ്റ്റോക്ക് ഓഫ് ദ കമോഡിറ്റി. കമോഡിറ്റിയുടെ സ്റ്റോക്കിനെയാണ് ജനറലി പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ബേസിക്കലി ഒരു കമോഡിറ്റി പണ്ട് വാങ്ങിച്ചിരിക്കുന്നു, അപ്പൊ നമ്മൾ അതുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇപ്പൊ വാങ്ങണ്ടല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് ഡ്യൂറബിലിറ്റി. നോൺ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഇസ് എൻ ഹാബിറ്റ് ആണ് പറയുന്നത്. നമ്മളത് ചെയ്ത് 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 നമുക്കത് ശീലമായി പോയി. അപ്പൊ ഇനി അത് ഇല്ലാതെ പറ്റൂല. സോ പണ്ട് ഒരു 10 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീല, ഇനി എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല, എനിക്കത് ഇപ്പോഴും ചെയ്തേ മതിയാവൂ എന്നാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ഡ്യൂറബിൾ. ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ഉണ്ടല്ലോ, പ്രീവിയസ്ലി വാങ്ങിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എന്തിനാ ഇന്ന് ഈ കൊല്ലം വാങ്ങേണ്ട ആവശ്യമില്ല, ചെയർ ഉണ്ടല്ലോ കഴിഞ്ഞ കൊല്ലം വാങ്ങിയില്ലേ, എന്തിനാ ഈ കൊല്ലം വാങ്ങേണ്ട ആവശ്യം, ദാറ്റ് ഇസ് ഡ്യൂറബിൾ. നേരെ മറിച്ച് ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വരികയാണ്, ഇറ്റ്സ് വെരി ബാഡ് എന്നറിയാം അല്ലെ, അത് ശരീരത്തിന് മോശമാണ്, പക്ഷെ അതൊരു ഹാബിറ്റായി അയാൾക്ക് മാറി. സോ അത് ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നു, എനിക്ക് നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ, വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജസ്. സോ ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് നോൺ ഡ്യൂറബിൾസ്. അപ്പൊ ഇവിടെ ബേസിക്കലി വരുന്നത് ലാഗ് കോൺസെപ്റ്റിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഇതിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബുക്ക്, The Durability of Consumers Durable Goods. അത് ഏത് വർഷ പബ്ലിഷ് ചെയ്തത്, 1960 എക്കണോമെട്രിക്കയിലാണ് അത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഡൈനാമിക് വെർഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് റിച്ചാർഡ് സ്റ്റോൺ ആണ് വരുന്നത്. റിച്ചാർഡ് സ്റ്റോൺ ആണ്.
ഇതിന് ഡൈനാമിക് ഡിമാൻഡ് ഫംഗ്ഷന് ഒരു ജനറലൈസേഷൻ കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് കൊണ്ടുവന്നത് ഹൊത്തേക്കർ ആൻഡ് ടെയ്ലർ ആണ്. ഹൊത്തേക്കർ ആൻഡ് ടെയ്ലർ ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്, ഡ്യൂറബിലിറ്റിനെ നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്നും ബേസിക്കലി വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് അത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ശരിക്കും ഡെവലപ്പ് ചെയ്തതെന്ന് തന്നെ പറയാം. കൊണ്ടുവന്നത് ഇതിനെ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, അത് ആദ്യം പഠിച്ചിട്ട് നമുക്ക് നോക്കാം. പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്നും വിളിക്കും. റിച്ചാർഡ് സ്റ്റോൺ അല്ലെ, പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് നെർലോവ് ആണ്. നെർലോവ് ആണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അഗ്രികൾച്ചറൽ കമോഡിറ്റീസിലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ കൂടുതലായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഒരുപാട് അസംഷൻസിന്റെ ബേസിസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദ വെരി ഫസ്റ്റ് അസംഷൻ ഇസ് there exists a desired level of capital stock. A desired level of capital stock. കൺസ്യൂമേഴ്സിന്റെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ വളരെ പ്രിഫേർഡ് ആയിട്ടുള്ള, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രൈസ് ആൻഡ് കോസ്റ്റിനെ they tend to adjust, അല്ലെങ്കിൽ അവർക്കറിയാം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ ജനറലി പറയുന്നത് എന്താണ്? ഡൈനാമിക് മോഡൽ ആണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾസ്, പ്രീവിയസ് സ്റ്റോക്ക് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു കമോഡിറ്റി വാങ്ങിച്ചു. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണില്ല, അത് വാങ്ങണ്ട, ഓൾറെഡി വി ഹാഡ് ദാറ്റ് അല്ലെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ നെർലോവിന്റെ ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് ആര് തങ്ങളുടെ തിയറി ഡെവലപ്പ് ചെയ്തത്? ഹൊത്താക്കർ ആൻഡ് ടെയ്ലർ തങ്ങളുടെ തിയറി ഡെവലപ്പ് ചെയ്തത്. അവരുടെ തിയറി നോൺ ഡ്യൂറബിൾ ഗുഡ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നോൺ ഡ്യൂറബിൾ ഗുഡ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ പറയും ജനറലി ഈ ഹാബിറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമുക്കത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് LES. LES എന്ന് പറഞ്ഞാൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചു അല്ലെ. അപ്പൊ കോമ്പിനേഷൻ തന്നെയാണ് അവിടെയും പറയുന്നത്, പക്ഷെ ഇൻഡിവിജ്വൽ കോമ്പിനേഷൻ. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ്സിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷനെ കുറിച്ച്, ഇൻഡിഫറൻസ് കർവിന്റെ കുറച്ച് ഹയർ വെർഷൻ ആണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ബേസിക്കലി വരുന്നത് ഇൻഡിവിജ്വൽ കമോഡിറ്റീസ് അല്ല, XY അങ്ങനെ പറയുന്ന ഇൻഡിവിജ്വൽ കമോഡിറ്റീസിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗ്രൂപ്പ്സ് ഓഫ് കമോഡിറ്റീസ് ആണ്. ഒരുപാട് കമോഡിറ്റീസ് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള എക്കണോമെട്രിക് മോഡൽ റെപ്രസെന്റേഷൻ ആണ് LES ൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. LES എന്ന് പറയുമ്പോൾ ഇറ്റ് നോർമലി അസോസിയേറ്റ് വിത്ത് ഗ്രൂപ്പ്സ് ഓഫ് കമോഡിറ്റി, XYZ ABCD ഇങ്ങനെ ഒരുപാട് കമോഡിറ്റീസുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ആദ്യമായി സജസ്റ്റ് ചെയ്തത് റിച്ചാർഡ് സ്റ്റോൺ തന്നെയാണ്. സജസ്റ്റ് ചെയ്ത വർഷം 1954 ആണ്. ഇത് യൂട്ടിലിറ്റി, നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. യൂട്ടിലിറ്റി കോൺസെപ്റ്റ്, യൂട്ടിലിറ്റി പറഞ്ഞ ഒരു കമോഡിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബേസിക്കലി എന്ത് പോപ്പുലറൈസ് ചെയ്തത്? LES പോപ്പുലറൈസ് ചെയ്തത്. ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ തരത്തിലും, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇൻഡിഫറൻസ് കർവിന്റെ പാരലൽ ഏതാണ്? അത് LES ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ തരത്തിലുള്ള സവിശേഷതയും എന്തിനുണ്ട്? നമ്മളുടെ ഈ ഒരു LES ഫംഗ്ഷന് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിലേക്കാണ് വരുന്നത്. റിച്ചാർഡ് സ്റ്റോൺ ആണ് എക്കണോമിക് ജേർണലിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ LES എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഗ്രൂപ്പ് യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ കമോഡിറ്റി, ഇപ്പൊ ഫുഡ്, ബിവറേജസ്, ക്ലോത്തിങ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹൗസ് ഹോൾഡ് ഓപ്പറേഷൻസ് എക്സ്പെൻസസ്, സർവീസസ്, ഇങ്ങനെ ഒരു ക്ലബ്ഡ് ആയിട്ടുള്ള പ്രിഫറൻസിനാണ് നമ്മൾ എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇതില്
അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു LES പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിന്റെ ഒരു ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷണൽ മോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഗ്രേറ്റ് ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ലെവൽസ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ആക്ച്വലി പോകാനായിട്ട് ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ഡിമാൻഡിന്റെ വെർഷൻ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കമ്പോണൻസും സയന്റിഫിക് ആയിട്ടുള്ള തിയറീസും നമ്മൾ ഡ്വെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. അതായത് നമ്മളുടെ ബാൻഡ് വാഗൺ എഫക്റ്റും അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പഠിക്കണം നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന്. അപ്പൊ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളുടെ കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അത് ജനറലി എന്തല്ല, നമ്മുടെ മാത്രം ഡിസ്ക്രിപ്ഷൻ അല്ല. കാരണം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ കൺസംഷൻ പാറ്റേണിന് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് the consumption pattern of a particular individual rests upon the externalities in which they dwell അല്ലെ. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ കൺസംഷൻ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്റെ അയൽക്കാരൻ ഒരു കാറ് വാങ്ങി, സോ നോട്ടബേ എനിക്കും എന്ത് തോന്നാം, എനിക്കും കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചേക്കാം അല്ലെ. അതുപോലത്തെ കാർ ഉണ്ടായിരുന്നെങ്കിൽ, സോ ദാറ്റ് ഇസ് എ ടെംപ്റ്റിംഗ് ഫാക്ടർ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അപ്പൊ ഈ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിനെയാണ് നമ്മൾ ജനറലി രണ്ടായിട്ട് തരംതിരിക്കുന്നത്. സോ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ബാൻഡ് വാഗൺ എഫക്റ്റും രണ്ട് സ്നോബ് എഫക്റ്റുമാണ്. സോ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിബാൻസ്റ്റീൻ ആണ് അത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇതൊരു സൈക്കോളജിക്കൽ പീപ്പിൾ ആണ്, സൈക്കോളജിക്കൽ ആയിട്ടൊരു ടെൻഡൻസിയാണ്. അതായത് ജനങ്ങൾ ചെയ്യാണ് എന്ത്, മറ്റുള്ളവർ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കത് ചെയ്യണം. എക്സിന്റെ കയ്യിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യണം. കാരണം അതൊരു ഫാഷനായി മാറിക്കഴിഞ്ഞു. ഇതൊരു പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അത് പ്രശ്നക്കാരനൊന്നുമല്ല, പക്ഷെ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. ഇതിനെ നമ്മൾ റാച്ചറ്റ് എഫക്റ്റ്, ഡിമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ പുട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് ഡിമാൻഡ് കർവ് മോർ ഇലാസ്റ്റിക്, മോർ റെസ്പോൺസീവ് ആണ് വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഗ്രേറ്റ് ലെവൽസ് ഓഫ് പ്രിഫറൻസ് ആണ് അവിടെ വരുന്നത്. സ്നോബ് എഫക്റ്റ് ആണെങ്കിൽ ലിബൻസ്റ്റീൻ തന്നെയാണ് അതും പുട്ട് ഫോർവേഡ് ചെയ്തത്. അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി? എക്സ്റ്റേണാലിറ്റി പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓർ ഹാം വിച്ച് എ ഫേം ഓർ എൻ ഇൻഡിവിജ്വൽ മേ കോസ് ടു അതർ. മറ്റുള്ളവരിൽ എന്തെങ്കിലും ഉപദ്രവം കൊണ്ടുവരിക, ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ആ ഇൻഡസ്ട്രി വരുന്നത് മുഖാന്തരം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഇതൊക്കെയാണ് എക്സ്റ്റേണാലിറ്റി. അപ്പൊ അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് ആണ് ബാൻഡ് വാഗൺ, നെഗറ്റീവ് ആണ് സ്നോബ് എഫക്റ്റ്. അതായത് ഒരു യുണീക്ക് ആയിട്ടുള്ള റെയർ പെയിന്റിങ് എന്റെ കയ്യിൽ മാത്രമേ അത് പാടുള്ളൂ, സോ അതൊരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് വിച്ച് മൈറ്റ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ സ്നോബ് എഫക്റ്റ് പറയുന്നത്. അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ആണ്. സോ അന്ന് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ ഇത്രയുമായിരുന്നു. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ ഓൾ.